സൈനുശ്രീ വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ മ്യൂറൽ പെയിൻറ്റിംഗ് ആണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് മ്യൂറൽ പെയിൻറ്റിങ് ചെയ്യുന്നത്. കാരണം വീട്ടിലൊരു കേട് വന്നൊരു ക്ലോക്ക് ഉണ്ടായിരുന്നു. എനിക്ക് അതിൻ്റെ ഉള്ളിൽ ഏകദേശം ഇതുപോലൊരു പിക്ചർ ചെയ്തു. എൻ്റെ ഉണ്ണിക്കണ്ണൻ്റെ പിക്ചർ തന്നെ വരയ്ക്കണമെന്ന് എനിക്ക് അത്രയ്ക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാനൊരു കൃഷ്ണഭക്തിയാണ്, അതുകൊണ്ട് എനിക്ക് എൻ്റെ ഭഗവാന്റെ ചിത്രം വരയ്ക്കണം. ഇതും ഈ മ്യൂറൽ പെയിൻറ്റിങ് പോലത്തെ ഇതിൽ തന്നെ ഭഗവാന്റേത് വരയ്ക്കണം എന്ന് ഭയങ്കര ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. ബട്ട് എനിക്ക് എന്താ പറയുക, അതിലേക്ക് കണ്ട് എത്തിപ്പെടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം അതിൻ്റെ വരയും കാര്യങ്ങളൊക്കെ ഞാൻ അങ്ങനെ വരയ്ക്കുന്ന ഒരാളല്ല, ഞാൻ പഠിക്കാനൊന്നും പോയിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് അതിലോട്ട് കണ്ട് കടക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ഈ ക്ലോക്ക് കണ്ടപ്പോൾ ഓക്കെ, ഇന്ന് ഇത് ചെയ്യണം എന്നങ്ങോട്ട് വിചാരിച്ച് ചെയ്തതാണ്. ഇതുവരെ എത്തിയത് വളരെ സന്തോഷത്തോടെയാണ്. ഇത് അവസാനം എന്തായിരിക്കും ഇതിൻ്റെ റിസൾട്ട് എന്നറിയാൻ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് ഞാനിത് ഒരു ദിവസം പോലും വിടാതെ നല്ല രീതിയിൽ തന്നെ ഞാൻ ചെയ്തെടുത്തത്. 4ാമത്തെ ദിവസമാണ്. അതിൻ്റെ ഇടയിൽ ചേച്ചി വന്നിട്ട് പെയിൻറ്റൊക്കെ ചെയ്യാൻ കേട്ടോ. എൻ്റെ പെയിൻറ്റും ബ്രഷൊക്കെ എടുത്തിട്ട് ബോട്ടിൽ, മണി പ്ലാന്റിൻ്റെ ബോട്ടിലൊക്കെ പെയിൻറ്റൊക്കെ ചെയ്യാണ്. അപ്പോൾ ഇതുവരെ എത്തിയിട്ടുണ്ട്. ഇത് കാണുന്ന പോലെ ഒന്നുമില്ല, കുറച്ചധികം തന്നെ ടഫുള്ള പരിപാടിയാണ്. പക്ഷെ എൻ്റെ ഭഗവാന്റെ ചിത്രം തന്നെ ആയതുകൊണ്ട് എനിക്കൊരു പ്രത്യേക എന്താ പറയുക ഇൻട്രസ്റ്റ് ഉണ്ട് കേട്ടോ ഇത് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതുവരെ എത്തിയത് ഒരു വൈകുന്നേരം ടൈമാണ്. ഞാൻ രാവിലെ തുടങ്ങിയ പണിയാണ്. ഇന്ന് ഫിനിഷ് ആക്കുമെന്ന് ഉറപ്പിച്ച് വെച്ചതാട്ടോ. അപ്പോൾ ഞാൻ 4 ദിവസം കാത്തിരുന്ന ഒരു ചിത്രമാണ് കേട്ടോ ഇപ്പം ഫിനിഷ് ആവാനായിട്ട് പോകുന്നത്. അപ്പോൾ സക്സസ്ഫുള്ളി മ്യൂറൽ പെയിൻറ്റിങ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ് ഭഗവാന്റെ. എനിക്കറിയില്ല, എനിക്ക് ഒരു സന്തോഷം ആണോ സങ്കടമാണോ ഒന്നും അറിയുന്നില്ല. കാരണം ഞാൻ ഫസ്റ്റ് ടൈമാണ് അങ്ങനെ വരയ്ക്കുന്നത്. അതും ആദ്യമായിട്ട് തന്നെ എൻ്റെ ഭഗവാന്റെ തന്നെ ഒരു പിക്ചർ വരയ്ക്കണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അത് സക്സസ്ഫുള്ളി ഫിനിഷ് ആയിരിക്കുകയാണ്. ഈ കണ്ണനെ ഞാൻ വരച്ചിട്ടുള്ള ഈ കണ്ണൻ എന്താണെന്ന് വെച്ചാൽ എവിടെ നിന്ന് നോക്കിയാലും നമ്മൾ നോക്കുന്ന പോലെയാട്ടോ തോന്നി. ഈ പിക്ചറിലേക്ക് നോക്കുമ്പോൾ എവിടെ നിന്നാലും നോക്കിയാലും നമ്മൾ നോക്കി നിൽക്കുന്ന പോലെയാണ് നിങ്ങൾക്ക് തന്നെ കാണാനായിട്ട് പറ്റുന്നുണ്ടാവും. എന്തായാലും എനിക്ക് ഒരുപാട് ഇഷ്ടമായി, എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായി. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കാം കേട്ടോ. അപ്പോൾ ഇത്രയുള്ള അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത്. ടാറ്റാ.